MLA വന്നിട്ടുണ്ട്. നമുക്കൊരു ഗസ്റ്റ് കൂടെ എത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൂരം? ഓരോ പൂരവും കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തൃശ്ശൂരുകാരെന്ന നിലയ്ക്ക് വർഷങ്ങളായി 200 വർഷത്തിലേറെയായി തൃശ്ശൂർ പൂരം നടക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ ചടങ്ങാണ്. രാവിലെ കണിമംഗല ശാസ്താവ് വരുന്നു, പിന്നീട് ഇറഞ്ചിത്തറ മേളം, പിന്നീട് പഞ്ചവാദ്യം, പിന്നീട് കുടമാറ്റം. ഇതെല്ലാ കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എല്ലാ കൊല്ലവും പൂരപ്രേമികളെ ഈ പൂരപ്പറമ്പിലേക്ക് എത്തിക്കുന്നതിലുള്ള ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്? പൂരം 36 മണിക്കൂറാണ്. ശരിക്കു പറഞ്ഞാൽ 60 മണിക്കൂറുണ്ട്. നെയ്തലക്കാവ് ഭഗവതി തള്ളി തുറന്നു കഴിഞ്ഞാൽ ഓരോ ഘടകക്ഷേത്രങ്ങളിലും അതിൻ്റെ ഉത്സവങ്ങൾ ആരംഭിക്കും. ഉത്സവത്തിൽ എല്ലാറ്റിനും ഒരു താളമുണ്ട്, ഋതമുണ്ട്. വെടിക്കെട്ടിന് പോലും താളനിബദ്ധമാണ്. അതുപോലെ വർണ്ണശബളമായ കുടമാറ്റം, ലോകപ്രശസ്തമായ സിംഫണിയാണ് ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യം. ഇതൊക്കെ പൂരത്തെ മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ്. അതാണ് പൂരത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങ്, കാണാൻ ഇഷ്ടപ്പെട്ട ചടങ്ങ് എന്താ? ഇലഞ്ഞിത്തറ മേളാണോ കുടമാറ്റാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക? ഇലഞ്ഞിത്തറ മേളം അത് കാണാൻ കുറച്ച് ശ്രമകരമാണ്. കാരണം തിക്കിൻ്റെയും തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് കാണണം. പിന്നെ അത് കഴിഞ്ഞാൽ മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യം, പിന്നെ കുടമാറ്റം. ഇതൊക്കെയാണ് ഏറ്റവും വർണ്ണശബളമായ കാഴ്ചകൾ. MLA മാത്രമല്ല, നല്ലൊരു ഒരു സാഹിത്യകാരൻ, ഒരു കവിയാണല്ലോ. പൂരത്തെക്കുറിച്ച് 2 വാക്ക് പാടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 2 വരി പാടാൻ പറഞ്ഞാൽ? ഇല്ല, ഞാൻ അതിന് അല്ല. എല്ലാവർക്കും പൂരാശംസകൾ. എല്ലാവരെയും പൂരം കാണാൻ വിളിക്കുകയാണ് തൃശ്ശൂരിലേക്ക്. ഓക്കെ, താങ്ക് യു.